+1 കെമിസ്ട്രിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. നമ്മൾ അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ അതിന്റെ ഇൻട്രൊഡക്ഷനും അതിലെ കുറച്ച് ടോപ്പിക്സും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനും പിന്നെ ഈ ചാപ്റ്ററിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മാറ്റർ, അതിന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റിന് തുടങ്ങി വെക്കാൻ പോകുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് ലോ വെച്ചിട്ടാണ്. ഡാൾട്ടൺ ആണ് നമുക്ക് ആറ്റംസിനെ കുറിച്ച് ഫസ്റ്റ് ആയി പറഞ്ഞു തന്നത്. അദ്ദേഹത്തിന്റെ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് നമുക്ക് 5 പോസ്റ്റ്ലേറ്റ്സ് ആണ് വരുന്നത്. ഇതിൽ കുറെ എണ്ണം ഇപ്പോ ഇൻവാലിഡ് ആണ്. ഇപ്പോ സയൻസ് ഇവോൾവ് ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിൽ കുറെ കാര്യങ്ങൾ തെറ്റാണ് ഇപ്പോഴത്തെ ഗതിയിൽ. പക്ഷെ ആ സമയത്ത് ഇത് വലിയൊരു ഡിസ്കവറി തന്നെ ആയിരുന്നു. 5 പോസ്റ്റ്ലേറ്റ്സ് ആണ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. ഫസ്റ്റ് എന്ന് പറയുന്നത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. മാറ്റർ, ഒരു വസ്തു എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ് എന്ന പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡിവിസിബിൾ ആണ്, സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കറിയാം പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, അങ്ങനെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതുകൊണ്ട് ആറ്റംസ് ഡിവിസിബിളും ആണ്. പക്ഷെ ഇദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് വളരെ വലിയൊരു ഡിസ്കവറി ആയിരുന്നു. ഇതാണ് ഫസ്റ്റത്തെ മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ് എന്ന പാർട്ടിക്കിൾ കൊണ്ടാണ് എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. സെക്കൻഡ് പോസ്റ്റിലേക്ക് വന്നിട്ട് ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ആറ്റംസിനെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ സാധിക്കില്ല എന്നാണ്. ഇത് ട്രൂ ആണ്. ആറ്റംസിനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല ശരിക്ക്. തേർഡ് എന്ന് പറയുന്നത് ആറ്റം ഓഫ് സെയിം എലിമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ദെയർ പ്രോപ്പർട്ടീസ്. ഒരേ എലിമെന്റ്സിന്റെ ആറ്റംസ് തമ്മിൽ ഭയങ്കര സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്നത്. ഇപ്പോഴും നമുക്കറിയാം ഐസോടോപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഒരേ ആറ്റം ആണെങ്കിലും ഒരേ എലിമെന്റ് ആണെങ്കിലും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഐസോടോപ്സ്, ഐസോബാർ, അങ്ങനെ ഐസോബാർ അല്ല, ഐസോടോപ്സ്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലിമെന്റ്സ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. ഇതും ഇത്തിരി മിക്സഡ് ആണ്. കാരണം നമുക്കറിയാം ഡിഫറെന്റ് അറ്റോമിക് നമ്പറും സെയിം അറ്റോമിക് മാസ് നമ്പറും വരുന്ന കുറെ എലിമെന്റ്സും വരുന്നുണ്ട്. വെൻ ആറ്റംസ് കമ്പൈൻ ദേ ഡു സോ ഇൻ എ ഫിക്സഡ് റേഷ്യോ. ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് റേഷ്യോയിലാണ് അത് കമ്പൈൻ ചെയ്യുക എന്നാണ്. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇത് ശരിയാണ്. അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. നമുക്ക് പറഞ്ഞുതരാൻ പോണത് അറ്റോമിക് മാസും അറ്റോമിക് മാസ് യൂണിറ്റും എന്താണെന്നാണ്. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മാസസ് ഓഫ് ആൻ ആറ്റം റിലേറ്റീവ് ടു 1/12 മാസ് ഓഫ് എ C12 ആറ്റം. C12 എന്ന് പറയുന്നത് കാർബന്റെ തന്നെ ഒരു ഐസോട്ടോപ്പാണ്. അതിന്റെ 1/12 മാസിനെ കമ്പയർ ചെയ്ത് വേറെ ആറ്റംസിന്റെ മാസ്, അതാണ് അറ്റോമിക് മാസ് എന്താന്നുള്ളത്. ഒരു ഹൈഡ്രജന്റെ ഇത് 1 ആണ്. അതായത് ഹൈഡ്രജന്റെ 1 ആവാൻ കാരണം ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് ഈ C12 ആറ്റത്തിന്റെ 1/12 മടങ്ങ് കൂടുതലായതുകൊണ്ടാണ്. ഇനി അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്നാണ്. 1/12 മാസ് ഓഫ് 1 C12 ആറ്റം. ഇവിടെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആയിട്ട് എടുക്കണം. ഈ C12 ആറ്റത്തിന്റെ 1/12 മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുക. അതൊരു യൂണിറ്റ് ആണ്, അറിഞ്ഞു വെച്ചിരിക്കണം. ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അറിഞ്ഞു വെച്ചിരിക്കുക. ഒരു AMU എന്ന് പറയുന്നത്, AMU എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് യൂണിറ്റ് 1.66 × 10⁻⁻24 ആണ്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ആവറേജ് അറ്റോമിക് മാസ്. ദ ആവറേജ് ഓഫ് സം ഓഫ് മാസസ് ഓഫ് ഐസോടോപ്സ് ഓഫ് ആൻ എലമെന്റ്. അതായത് ഒരു എലമെന്റിന്റെ ഐസോടോപ്പുകൾ എടുക്കുക, അതിന്റെ മാസുകൾ തമ്മിലുള്ള ആവറേജ് മാസിനെയാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുക. ഇത് അറിഞ്ഞാൽ മതി. നമുക്ക് കാർബണിന്റെ ഐസോടോപ്പുകൾ എടുത്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 12.00 സംതിങ് ആണ് വരുന്നത്. നിങ്ങൾക്ക് അതിനെ ജസ്റ്റ് മാസ്
ജസ്റ്റ് 12 ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഇത് തന്നെയാണ് ആവറേജ് അറ്റോമിക് മാസ്. കൂടുതലൊന്നുമില്ല. ഐസോടോപ്പുകളുടെ മാസിന്റെ ഒരു ആവറേജ് എടുത്ത് എഴുതണ കഴിഞ്ഞാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുക. ഇതാണ് നമ്മൾ കൂടുതലും കാൽക്കുലേഷൻസിലൊക്കെ ഉപയോഗിക്കുക. അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് മോളിക്യുലർ മാസ് എന്താണെന്ന്. ഇത് ഇത്തിരി സിമ്പിൾ ആണ്. സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് എലിമെന്റ്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. അതായത് ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ അറ്റോമിക് മാസുകളുടെ സമ്മാണ് മോളിക്യുലർ മാസ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു മോളിക്യൂൾ എടുത്ത് H2O മോളിക്യൂൾ എടുത്തെന്ന് വെച്ചാൽ അതിലുള്ള എലമെന്റുകളുടെ മാസുകളുടെ സമ്മ്. നിങ്ങൾക്കറിയാം ഹൈഡ്രജന്റെ മാസം 1 ആണ്. ഇതിന്റെ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 1 2. ഒരു ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ 16 ആണ്. സോ 2 × 1 + 16, അതായത് 2 + 16 18 നമ്മുടെ H2O അതായത് വാട്ടർ മോളിക്യൂളിന്റെ മാസ് വരുന്നത്. ഇങ്ങനെ മോളിക്യൂളുകളോ കോമ്പൗണ്ട്സ് ഒക്കെ തന്നാൽ അതിന്റെ മോളിക്യുലർ മാസ് കണ്ടുപിടിക്കേണ്ടത് ആ ആറ്റങ്ങളുടെ മാസുകളുടെ സമ്മ് എടുത്താൽ മതി. അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. മോൾ കോൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ്. മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, നമ്മൾ സാധനങ്ങളൊക്കെ അളക്കുമ്പോൾ 1 കിലോ, 1 ഡസൻ, അല്ലെങ്കിൽ ഒരു ക്വിൻ്റല്, അങ്ങനെ കുറെ യൂണിറ്റുകളില്ലേ അളക്കാൻ. 1 ഗ്രാം ഒരു സാധനം വാങ്ങണം. ഒരു പഞ്ചസാര വാങ്ങി വയ്ക്കുക, 1 കിലോ പഞ്ചസാര, പിന്നെ അങ്ങനെ കിലോഗ്രാം, ഗ്രാം, അങ്ങനെ നമ്മൾ അളക്കില്ലയോ ഇത്ര വേണം എന്നുള്ള. അതേപോലെ ഒരു യൂണിറ്റ് മാത്രമാണ് മോൾ എന്ന് പറയുന്നത്. അധികം കൺഫ്യൂസിംഗ് ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ 1 ഡസൻ പേന വാങ്ങുന്നു, 12 പേന കിട്ടും. അതേപോലെ 1 മോള് പേനയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഓഫ് പേനകളാണ് നമുക്ക് കിട്ടുക. 6.022 × 10⁻23. ഈ ഒരു നമ്പർ മോൾ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നമ്പറാണ്. ഇതിന് നമ്മൾ പറയും അവഗാഡ്രോ നമ്പർ. ഇതൊക്കെ 10ൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും ഞാൻ ഒരു നല്ലോണം സിമ്പിളായി പറഞ്ഞുതരാം. NA വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ബട്ട് നിങ്ങൾ എക്സാമിനൊക്കെ എഴുതണവരാണ് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ തന്നെ എഴുതണം. എന്നൊന്നും എഴുതാൻ പറ്റില്ല. അതാണ് 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം, 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം, അങ്ങനെ അളക്കാൻ നമ്മൾ ഉപയോഗിക്കില്ലോ. അതുപോലെ ഒരു യൂണിറ്റ് മാത്രം തന്നെയാണ് മോൾ എന്ന് പറയുന്നത്. അധികമൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ 1 മോൾ ഹൈഡ്രജൻ എടുക്കണോ വയ്ക്കുക. 1 മോൾ ഹൈഡ്രജൻ എടുത്തു എന്ന് വെച്ചാൽ അതിൽ 6.022 × 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങള് 1 മോള് കാർബൺ എടുത്തു എന്ന് വെച്ചാൽ അതിൽ 6.022 × 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ടാവും എന്ന് തന്നെ പറയുന്നത്. അതായത് അളക്കാനുള്ള ഒരു വഴി അത്ര തന്നെ ഉള്ളൂ ഈ മോൾ എന്ന് പറയുന്നത്. അധികമൊന്നുമില്ല. അതേപോലെ ഇപ്പൊ ഞാനിപ്പോ വാട്ടർ എടുക്കുകയാണ് വെക്കുക. 1 മോൾ H2O അതില് 6.022 × 10⁻23 H2O മോളിക്യൂൾസ് ഉണ്ടാവും. സിമ്പിളാണ്. ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ നിങ്ങൾക്ക് മോൾ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ആക്കാനുള്ള ഒരു വഴി അത് തന്നെയാണ് ഉള്ളത്. വേറെ കൂടുതലൊന്നും കോംപ്ലിക്കേറ്റ് ആക്കാൻ ഒന്നുമില്ല. നിങ്ങൾക്കിപ്പോ 1 മോള് H2Oയിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് അറിയണം. നിൽക്കുക. ഇതിപ്പോ 6.022 × 10⁻23 H2O മോളിക്യൂൾസ് ആണുള്ളത്. എത്ര ആറ്റംസ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിന്റെയൊക്കെ മാസുകൾ അറിയണം. നിങ്ങൾക്കറിയാം, ഒരു കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ 12 എന്ന് പറയുന്നത് 12 ഗ്രാം അല്ല. ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 12 U ആണെന്ന് അറിയാം. AMU
അറ്റോമിക് മാസ് യൂണിറ്റ് അറിയാം. ഇങ്ങനെ 12 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 അത്രയ്ക്കും കാർബൺ ആറ്റംസ് വന്നാലേ 12 ഗ്രാം എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് അതിന്റെ ഗ്രാം അറ്റോമിക് മാസ്. അതിന്റെ അറ്റോമിക് മാസിനെ ഗ്രാമിലേക്ക് എഴുതണം. അതേപോലെ നമുക്കിപ്പോ ഓക്സിജന്റെ മാസ് അറിയാം. ഒരു ഓക്സിജൻ, അതായത് ഒരൊറ്റൊരു ഓക്സിജൻ ആറ്റം 16 U ആണ്. 16 ഗ്രാം അല്ല, ഒരു ആറ്റം ഒരിക്കലും 16 ഗ്രാം വരില്ല. ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 12 U ആണ്. നമ്മളപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് ഒക്കെ പഠിച്ചു. ഇങ്ങനെയുള്ള 16 യൂണിറ്റ് ഉള്ള അറ്റോമിക് മാസ് ഉള്ള ഓക്സിജൻ 6.022 ഇൻറ്റു 10⁻23 അത്രയ്ക്കും അളവിൽ വരുമ്പോഴേ ഇത് 16 ഗ്രാം ആവുള്ളൂ. അല്ലാതെ ഒരു ഓക്സിജൻ ആറ്റത്തിന് ഒരിക്കലും 16 ഗ്രാം അല്ല വരിക. അങ്ങനെ 16 U മാസുള്ള 6.022 ഇൻറ്റു 10⁻23 എന്ന അളവിൽ അത്രയ്ക്കും ഓക്സിജൻ ആറ്റംസ് ഇരിക്കുമ്പോഴേ അത് 16 ഗ്രാം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ആറ്റംസിന്റെ കേസ് പറഞ്ഞു, മോളിക്യൂൾസിന്റെ കേസും ഇതേ തന്നെയാണ്, സെയിം ആണ്. ഇപ്പൊ ഞാൻ H2O എടുക്കണം. നമ്മൾ അപ്പോഴേ കണ്ടുപിടിച്ചാണ് ഹൈഡ്രജന്റെ മാസ് വന്നിട്ട് 18 U ആണ്. ഇങ്ങനെ 18 U ഉള്ള 6.022 ഇൻറ്റു 10⁻23 അത്രയും വാട്ടർ മോളിക്യൂൾസ് വന്നാലേ ഇത് 18 ഗ്രാം ആവുള്ളൂ. ഇങ്ങനെ ഒരു മോളിക്യൂളിന്റെ മാസ് ഗ്രാമിലേക്ക് എഴുതുകയാണെങ്കിൽ അത് ഗ്രാം മോളിക്യൂളർ മാസ് എന്ന് പറയും. ഒരു ആറ്റത്തിന്റെ മാസ് ഗ്രാമിലേക്ക് എഴുതുകയാണെങ്കിൽ അത് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും. എപ്പോഴും ഓർത്ത് വെക്കുക, കൺഫ്യൂഷൻ ആവരുത്. ഒരു ആറ്റം എപ്പോഴും 12 ഗ്രാം ആവില്ല. ഒരു ആറ്റം നമുക്ക് കണ്ണിൽ പോലും കാണാൻ പറ്റില്ല, അതിന് 12 ഗ്രാം ആവാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെ 12 U ആവാം, അത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അങ്ങനെ 12 U ഉള്ള 6.022 ഇൻറ്റു 10⁻23 അത്രയും കാർബൺ ആറ്റംസ് വന്നാലേ 12 ഗ്രാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എഴുതിയില്ലേ 18 ഗ്രാം വാട്ടർ എന്താണ്. ഇപ്പോ H2O ഇത് ഒരു മോൾ H2O എടുത്താൽ നമ്മൾ 18 ഗ്രാം ആണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ 18 ഇതിന്റെ മോളാർ മാസ്. ഓക്കെ, 18 ഗ്രാം ആണ് ഇതിന്റെ മോളാർ മാസ്. അതായത് ഒരു എലമെന്റ് ഒരു മോൾ എടുത്താൽ അതിന് എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര മാസ് ഉണ്ടോ അതാണ് അതിന്റെ മോളാർ മാസ് എന്ന് പറയുക. ഇപ്പൊ നിങ്ങൾ ഓക്സിജൻ എടുക്കണോ, ഓക്സിജനെ നമ്മൾ കണ്ടുപിടിച്ചോ 16 ഗ്രാം ആണ്. അതായത് 16 U ആണ് ഒരു ആറ്റം. അങ്ങനെ ഒരു മോൾ ഓക്സിജൻ എടുത്താൽ 16 ഗ്രാം ഉണ്ടാവും. ഈ 16 ഗ്രാം ആണ് ഇതിന്റെ മോളാർ മാസ്. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസസ് ഉണ്ട്, ബട്ട് സ്ലോലി ആൻഡ് സ്റ്റഡിലി മനസ്സിലാക്കി എടുക്കുക. ഒന്ന് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ എല്ലാം ശരിയാവും. അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. മോളിനെ കുറിച്ച് അത്യാവശ്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള 4 ഇക്വേഷൻ ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഇത്തിരി മൈൻഡിലാക്കേണ്ടി വരും. ഈ 4 ഇക്വേഷനും പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇരുന്ന് നല്ലോണം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ പറയുന്നത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ. നിങ്ങൾക്കിപ്പോൾ ഒരു ആറ്റത്തിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കൊരു 100 ഗ്രാം ഓക്സിജൻ തന്നു, അതിൽ എത്ര നമ്പർ മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് ആണ് ചെയ്യുക. നമുക്ക് ഓക്സിജന്റെ മാസ് അറിയാം, അത് 16 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫൈൻ നമ്പർ ഓഫ് മോൾസ് in 100 B
ഓഫ്, ഞാനിപ്പോ കാർബൺ എടുക്കണം, ഓക്സിജൻ എടുക്കണില്ല, കാർബൺ എടുക്കണം. ഇങ്ങനെ ചോദിച്ചാൽ ഗിവൻ മാസ് ബൈ ഏറ്റവും മാസാണ് ചെയ്യേണ്ടത്. ഗിവൻ മാസ് ഇവിടെ 100 ഗ്രാമാണ്. ഡിവൈഡഡ് ബൈ കാർബണിന്റെ മാസ് നമുക്കറിയാം 12. ഇത് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ അളവ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എടുത്ത് എഴുതേണ്ടത്. ഇനി ഒരു മോളിക്യൂള് തന്നിട്ട് അതിന്റെ മോളിക്യൂളിന് ഇത്ര ഗ്രാം മോളിക്യൂൾ തന്നു, അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് ചോദിച്ചാൽ ഇതേ ഫോർമുലയുടെ ഞാൻ മാറ്റി എഴുതുക. ഗിവൻ മാസ് ബൈ മോളിക്കുലർ മാസ്, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാസം ഡിവൈഡഡ് ബൈ ആ മോളിക്യൂളിന്റെ മാസ്, അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് മോളിക്കുലർ മാസ് ഇങ്ങനെ കണ്ടുപിടിക്കുക പറഞ്ഞു, അതിലുള്ള ആറ്റങ്ങളുടെ മാസ് തമ്മിൽ സം ചെയ്താൽ മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത്ര പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്, അതായത് ഒരു ആറ്റം ഇത്ര എണ്ണം ഉണ്ട്, അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ആണ് ചെയ്യേണ്ടത്. ഈ അവഗാഡ്രോ നമ്പർ ഒരിക്കലും മറക്കരുത്, 6.022 × 10⁻23 ആണ്. ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനിയിപ്പോ STP കണ്ടീഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്ര ലിറ്റർ എന്ന് തന്നിട്ട് അതിലെത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് STP കണ്ടീഷൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞുതരാ, അത് 273 കെൽവിനും 180 പ്രഷറുമാണ് STP കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു STP കണ്ടീഷനിൽ ഇപ്പോഴും ഒരു ഗ്യാസ് എടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും, അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഈ 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോൾ ഓഫ് ദാറ്റ് ഗ്യാസ് ആണ്. ഓക്കെ, ഈ ഒരു STP കണ്ടീഷനിൽ ഒരു ഗ്യാസ് 1 മോൾ എടുത്തു എന്ന് വെച്ചാൽ അത് 22.4 ലിറ്റർ കവർ ചെയ്യുന്ന. അങ്ങനെ ഇത്ര വോളിയം തന്നിട്ട്, ഈ ഒരു STP കണ്ടീഷനിൽ ഇത്ര വോളിയം തന്നിട്ട് എങ്ങനെ അതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഗിവൺ വോളിയം ബൈ 22.4. ഈ നമ്പേഴ്സ് ഒരിക്കലും മറക്കരുത്. 6.022 × 10⁻23 ആണ് 1 മോള്. പിന്നെ 22.4 ലിറ്റർ ആണ് STP കണ്ടീഷനിൽ 1 മോൾ ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഉള്ളൊരു ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്കാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻസ്. ഇത് പറയണമെന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ എടുത്തു, അതിൽ എത്ര ശതമാനമാണ് ഒരു ആറ്റം കണ്ടെയ്ൻ ചെയ്യണത് എന്നാണ് പറഞ്ഞിരുന്നത് ഈ ഒരു പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഇതിന്റെ ഫോർമുലയായിട്ട് പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് മാർക്കൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ എക്സാമിന് മാർക്കൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് കണക്കാക്കുക, അതേപോലെ തന്നെ ഇതും ചെയ്യുക. എനിക്ക് എന്തായാലും എഴുതി തരാം. പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെന്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. ഇങ്ങനെയാണല്ലേ നിങ്ങൾ മാർക്ക് കണക്കാക്കുക. അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് മാർക്ക് കണക്കാക്കുക. അതേപോലെ തന്നെ ഇതിന്റെ പെർസെൻറ്റേജും കണക്കാക്കുക. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് ഡിവൈഡഡ് ബൈ ആ കോമ്പൗണ്ടിന്റെ മൊത്തത്തിലുള്ള മാസ് ഇൻറ്റു 100. നമുക്ക് വാട്ടർ വെച്ച് തന്നെ ചെയ്ത് നോക്കാം. H2O എടുക്കുകയാണെന്ന് വെച്ചോ, നമുക്കിതിൽ ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. സോ ഈ ഫോർമുല പ്രകാരം ഹൈഡ്രജന്റെ മാസ്, അതായത് 1 ഹൈഡ്രജന്റെ മാസ്, 2 ഉണ്ട്, 2 ഡിവൈഡഡ് ബൈ മൊത്തം മോളിക്യൂളിന്റെ മാസ്, അതായത് 18 ഇൻറ്റു 100 ഇതിന്റെ ഉത്തരം. കട്ട് ചെയ്യുകയാണെങ്കിൽ 1/9 ഇൻറ്റു, ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ടില്ല, ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമുക്കപ്പോ 11.1% എന്ന് കിട്ടും.
ഇതാണ് ഹൈഡ്രജന്റെ പെർസെൻറ്റേജ്. ഇനി ഓക്സിജന്റെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഓക്സിജന്റെ പെർസെൻറ്റേജ് നമുക്ക് ഓക്സിജന്റെ മാസം അറിയാം 16 സോ 16 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 100. നമുക്ക് ഇത് 2 വെച്ച് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് 8 വരും, ഇത് 9 വരും. അതായത് 800/9 എന്ന് വരും. ഞാൻ സൈഡിൽ കാൽക്കുലേറ്റർ എടുത്തില്ല. ഇനി കാൽക്കുലേഷൻസ് വരുമ്പോൾ ഞാൻ കാൽക്കുലേറ്റർ എടുക്കാം. ദേഷ്യം പോലും മറന്നു. ഇതിപ്പോ നമുക്ക് 88.8 എന്നൊക്കെ കിട്ടും ഏകദേശം. ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഒരു കോമ്പൗണ്ട് തന്നിട്ട്, കോമ്പൗണ്ടോ മോളിക്യൂളോ തന്നിട്ട് അതിലൊരു എലമെന്റിന്റെ എത്ര പെർസെൻറ്റേജ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് സിമ്പിളായി നിങ്ങൾ എങ്ങനെയാണ് മാർക്ക് കണ്ടുപിടിക്കുക അതേപോലെ തന്നെ ഓർത്ത് വെക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുക. ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഈ ചാപ്റ്ററിൽ ഒന്നും ചോദിച്ചില്ലെങ്കിലും ഈ ഒരു ടോപ്പിക് എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. എക്സാംസിനൊക്കെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. എപ്പോഴെപ്പോഴും ചോദിക്കുക എന്താണെന്ന് തന്നെ പറയാം. വിച്ച് ഈസ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. ഇതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാറുള്ളത്. എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് ആദ്യം അറിഞ്ഞു വെച്ചിരിക്കുക. എംപിരിക്കൽ ഫോർമുല ഇസ് ദ സിംപ്ലസ്റ്റ് റേഷ്യോ ബിറ്റ്വീൻ എലമെന്റ്സ് ഇൻ എ കോമ്പൗണ്ട്. ഇപ്പൊ ഒരു കോമ്പൗണ്ട് എടുത്തു എന്ന് വെച്ചാൽ ആ എലമെന്റ്സ് തമ്മിലുള്ള സിംപിളസ്റ്റ് റേഷ്യോ, ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും കട്ട് ഓഫ് ആക്കിയിട്ട് എങ്ങനെയാണോ എഴുതുക അതാണ് അതിന്റെ എംപിരിക്കൽ ഫോർമുല. മോളിക്കുലർ ഫോർമുല ഇസ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട്. അതായത് സാധാരണ നമ്മൾ എങ്ങനെ എഴുതുക അതേതാണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. എത്ര ഉണ്ടോ അത്ര എഴുതുന്നതിനാണ് നമ്മൾ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഗ്ലൂക്കോസിന്റെ ഫോർമുല എടുക്കാം. C6H12O6. ഇത് ഇതിന്റെ മോളിക്കുലർ ഫോർമുലയാണ്. കാരണം നമ്മൾ എത്ര എക്സാക്ട് നമ്പർ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് കട്ട് ഓഫ് ചെയ്ത് എഴുതാൻ പറ്റില്ല. എല്ലാത്തിനെയും 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് തമ്മിലുള്ള സിംപ്ലസ്റ്റ് ഹോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ CH2O എന്ന് വരും. ഇത് ഇതിന്റെ മോളിക്കുലർ ഫോർമുലയും ഇത് എന്റെ എംപിരിക്കൽ ഫോർമുലയുമാണ്. അതായത് മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ളതും എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് കട്ട് ഓഫ് ഇത് സിംപ്ലസ്റ്റ് റേഷ്യോ ആക്കിയതാണ് എംപിരിക്കൽ ഫോർമുല. ഇത് കണ്ടുപിടിക്കാൻ ഓരോ കോമ്പൗണ്ടിന്റെ മാസ് പെർസെൻറ്റേജ് തരും. എന്നിട്ട് അതിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് യൂഷ്വലി ചോദിക്കാറ്. അതെങ്ങനെ ചെയ്യാന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പോഴും എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാൻ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഓഫ് ഹൈഡ്രജൻ, 24.27% of carbon and 71.65% of chlorine. മോളാർ മാസ് വന്നിട്ട് 98.96 ഗ്രാം. എംപിരിക്കലും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന എലിമെന്റ്സിന്റെ പേരൊക്കെ അങ്ങോട്ട് എടുത്തെഴുതുക. ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അവയുടെയൊക്കെ പെർസെൻറ്റേജുകൾ പിന്നെ അങ്ങോട്ട് എഴുതുക. 4.07 എഴുതി, 24.27 എഴുതി, 71.65 എഴുതി. നിങ്ങൾ ഇതൊക്കെ കൂടി കൂട്ടിയ 100% ആവണമല്ലോ. ഈ 100% നിങ്ങൾ 100 ഗ്രാം ആയിട്ട് അങ്ങോട്ട് കണക്കാക്കുക. അപ്പോൾ ഈ 4.07%, 100ന്റെ 4.07% എന്താ 4.07 ഗ്രാം ആയിട്ട് എടുക്കുക. അങ്ങനെ ഈ പെർസെൻറ്റേജുകളൊക്കെ ഗ്രാം ആയിട്ട് എഴുതുക. ജസ്റ്റ് ഒന്നുമില്ല, പെർസെൻറ്റേജ് മാറ്റുക, ഇപ്പോൾ അത് G ആക്കിയിട്ട് എഴുതുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എലമെന്റ്സിന്റെ അറ്റോമിക് മാസസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ കിട്ടും 4.07 ഡിവൈഡഡ് ബൈ ഹൈഡ്രജന്റെ എത്ര 1 ആണ്. വീണ്ടും 4.07.
ഇതിനൊക്കെ കാൽക്കുലേറ്റർ ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ ഇരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. സോ ബാക്കി എഴുതാം. ഇനി 24.27 ഡിവൈഡ് ബൈ കാർബണിന്റെ നമുക്കറിയാം 12 ആണ്. വിച്ച് ഗീവ്സ് നോക്കുക 24.27 ഡിവൈഡഡ് ബൈ 12 2.0225 ആണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ 2.02 എന്ന് മാത്രം എഴുതുക. ഫ്ലോറിന്റെ വന്നിട്ട് 35.5 ആണ് കേട്ടോ. മാസ് അറിയാത്തവരെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ 71.65 ഡിവൈഡഡ് ബൈ 35.5 അതും കാൽക്കുലേറ്ററിൽ അടിച്ചാൽ വരും. 71.65 2.018 അല്ലെങ്കിൽ 2.0. ഇനി ഇവരൊക്കെ ഏറ്റവും ചെറുതാരാണോ നിങ്ങൾക്ക് 3 എണ്ണത്തിന്റെ ഇങ്ങനെ കിട്ടി. ഇത് ബേസിക്കലി നമ്പർ ഓഫ് മോൾസ് തന്നെയല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗിവൺ മാസ് ഉണ്ട്. നിങ്ങൾ അവയുടെ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കണം. നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതില് ചെറുതുണ്ടല്ലോ, ഏറ്റവും ചെറുതാരാണോ അവരെ വെച്ച് എല്ലാവരെയും ഡിവൈഡ് ആണ്. എല്ലാവരും നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് 2.01 ആണ് ചെറുത്. സോ എല്ലാവരെയും ഡിവൈഡ് ചെയ്യും. 4.07 ഡിവൈഡ് ബൈ 2.01, 2.02 ഡിവൈഡഡ് ബൈ 2.01, 2.01 ഡിവൈഡഡ് ബൈ 2.01. ദിസ് ഇസ് ജസ്റ്റ് 1 തന്നെയാണ്. നിങ്ങൾക്ക് 4.07 ഡിവൈഡഡ് ബൈ 2.01 കൊടുത്താൽ 2 തന്നെയാണ് കിട്ടുക. അതായത് 2.024 എന്നൊക്കെ വേണ്ടി റൗണ്ടിങ് ഓഫ് പ്രകാരം നമുക്ക് ജസ്റ്റ് 2 തന്നെ എഴുതാം. ഇത് 2.02 ഡിവൈഡഡ് ബൈ 2.01, 1.00 അങ്ങനെയാണ് കിട്ടുക. റൗണ്ടിങ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1 എന്ന് എഴുതാം. റൗണ്ടിങ് ഓഫും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം. ഇതിപ്പോ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ റൗണ്ടാക്കി എഴുതാൻ പറ്റും. ഇങ്ങനെ 1.000 അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ 1 ആക്കിയിട്ട് എഴുതുക. 0.9999 ആണെങ്കിലും 1 ആക്കിയിട്ട് എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റും. നിങ്ങൾ ഇവയുടെ ഈ ഒരു ഇത് കണ്ടുപിടിച്ചു. ഇനി ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എലിമെന്റ്സിന്റെ റേഷ്യോ ആണ് ബേസിക്കലി ഇത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. C1 സിന്റെ ഭാഗത്ത് 1 ആണല്ലോ, എച്ചിന്റെ ഭാഗത്ത് 2 ആണ്. CH2 Cl എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ബേസിക്കലി ഇതിന്റെ എംപിരിക്കൽ ഫോർമുല. ഇതുവരെയൊക്കെ ചില സമയത്ത് എക്സാമിന് ഇതുവരെ ചോദിക്കുള്ളൂ, ഇല്ലെങ്കിൽ മോളിക്കുലർ മാസ് വരെ ചോദിക്കും. മോളിക്കുലർ മാസ് വരെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. നമുക്ക് മോളിക്കുലർ മാസ് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മോളാർ മാസ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. അത് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാനാണ്. നിങ്ങൾക്ക് ഒരു റിലേഷൻ പഠിക്കണം. മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു ഒരു നമ്പർ n എന്ന് ഡിനോട്ട് ചെയ്യാം. ഈ നമ്പർ എവിടെ നിന്ന് കിട്ടും? ഈ നമ്പർ ഈസ് നത്തിങ് ബട്ട് മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ് ഈ സാധനം. ഈ നമ്പർ ചിലപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാൻ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ നമ്പർ കണ്ടുപിടിക്കാൻ മോളാർ മാസ് അറിയണമല്ലോ. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മോളാർ മാസ്. എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ എന്താ ഉള്ള സിന്റെയും H2-ന്റെയും Cl-ന്റെ ഒക്കെ കൂടി കൂട്ടുക. അതായത് സിന്റെ വന്നിട്ട് നിങ്ങൾക്ക് അറിയാം 12 ആണ്. ഇത്തര C12. H ഇവിടെ 1, H-ന്റെ മാസം 1 ആണ്. 2 ഉള്ളതുകൊണ്ട് ഇവിടെ ഞാൻ 2 എഴുതണം.
CLന്റെ 35.5. അപ്പോൾ 12 plus 2 plus 35.5 49.5 എന്ന് കിട്ടും. ഇതാണ് നിങ്ങളുടെ എംപിരിക്കൽ ഫോർമുല മാസ് കേട്ടോ. EF മാസ് 49.5 എന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. നമുക്ക് ഈ N നമ്പർ കണ്ടുപിടിക്കാം. N = ക്വസ്റ്റ്യന്റെ ഇതിൽ ഓർമ്മയുണ്ടെങ്കിൽ മോളാർ മാസ് വന്നിട്ട് 98.96 ആയിരുന്നു. ഡിവൈഡഡ് ബൈ നമുക്ക് ഇപ്പൊ കിട്ടിയ എംപിരിക്കൽ ഫോർമുല മാസ് 49.5. 1.999 കിട്ടും. നമുക്ക് അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 2 തന്നെ എഴുതാം. ഇനി മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാം. നമുക്ക് എംപിരിക്കൽ ഫോർമുല അറിയാം. CH2Cl ആണ് ഇൻറ്റു ഈ നമ്പർ 2. വെറുതെ ഇങ്ങനെ 2CH2Cl എന്ന് എഴുതി വെച്ചിട്ട് പോയത് ഇവര് ഓരോ ആൾക്കാർക്കും 2, ഇവിടുത്തെ ഓരോ ആൾക്കാർക്കും 2 വെച്ച് ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും മോളിക്കുലർ ഫോർമുല വന്നിട്ട് C2H4Cl2. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം. നിങ്ങൾക്ക് എംപിരിക്കൽ ഫോർമുലയും കണ്ടുപിടിക്കാൻ കിട്ടിയിട്ടുണ്ട്, മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാൻ കിട്ടിയിട്ടുണ്ട്. 5 കോളം വരയ്ക്കുക, എലിമെന്റ്സിന്റെ പേര് എഴുതുക, അവയുടെ പെർസെൻറ്റേജ് എഴുതുക, ഈ പെർസെൻറ്റേജുകളെ ഗ്രാം ആക്കുക, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, പിന്നെ അതിൽ ചെറിയ നമ്പർ വെച്ച് എല്ലാവരുടെ മോൾസിന്റെ നമ്പറിനെയും ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന സിമ്പിൾ നമ്പറുകളെ ഈ എലിമെന്റ്സിന് ഇട്ട് കൊടുക്കുക. അതായിരിക്കും നിങ്ങളുടെ എംപിരിക്കൽ ഫോർമുല. പിന്നെ ഈ മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ നല്ല രീതിക്ക് പഠിച്ചു വെച്ചിരിക്കുക. ഈ ഒരു നമ്പറിന്റെ എംപിരിക്കൽ ഫോർമുല സം നമ്പർ ആണല്ലോ, ഈ നമ്പറിന്റെ ഫോർമുല എന്തായാലും അറിഞ്ഞു വെച്ചിരിക്കുക. ഇത് പലപ്പോഴും മറക്കാൻ ചാൻസ് ഉണ്ട്. നല്ലോണം അറിഞ്ഞു വെച്ചിരിക്കുക. ഇന്ന് നമുക്ക് ഇത്ര മതി എന്ന് തോന്നുന്നു. അടുത്ത ക്ലാസ് വരുമ്പോഴേക്ക് ഈ ഒരു ചാപ്റ്ററിനെ കഴിയും. സോ ഇന്ന് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്ന് നമുക്ക് നാളെ ആകുമ്പോഴേക്കും ഈ ചാപ്റ്റർ തീർക്കണം. കുറച്ചുകൂടി ടോപ്പിക്സ് ഉണ്ട്. ഇനിയുള്ള ടോപ്പിക്സ് ഇത്തിരി കൂടി കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഞാൻ ഭയങ്കര സിംപ്ലിഫൈ ചെയ്ത് എടുക്കുന്നതായിരിക്കും. ഇന്നത്തേക്ക് ഇത്ര മതി. ഇന്ന് നിങ്ങൾക്ക് എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുലയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത് എക്സാമിന്. പലപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണു. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നാളെ തന്നെ വീഡിയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.